ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് കർക്കിടകം 1 മുതൽ ഒരു മാസക്കാലം 1 വരെ താൽക്കാലിക രാജയോഗം സിദ്ധിക്കുന്ന 6 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ആദ്യമായി ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാരുടെ ലഗ്നത്തിൽ ശുക്രനും ധനസ്ഥാനമായ 2-ൽ കൂടി വ്യാഴവും 3-ൽ സൂര്യനും അഭീഷ്ടസ്ഥാനമായ 11-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തില് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും. ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടുപോയി ഇതുവരെ നടക്കാത്തവരെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ലഗ്നത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതുകൊണ്ട് വിവിധ തരത്തിലുള്ള ധനലാഭം, പിന്നെ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ, ആഭരണങ്ങള്, ആഡംബര ജീവിതം, പിന്നെ വസ്തുവകകള് ഇവയൊക്കെ ലഭിക്കും. പിന്നെ 2-ാം ഭാവമായ ധനഭാവത്തിൽ കൂടി ആണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് പല മാർഗങ്ങളിൽ കൂടിയും ധനം വന്നു ചേരും. പണ്ട് കൊടുത്ത് എഴുതിത്തള്ളിയിരുന്ന, കിട്ടാക്കടമെന്ന് കരുതിയിരുന്ന ധനം പോലും വീട്ടിൽ കൊണ്ടുതരുന്ന അവസ്ഥയുണ്ടാകും. മാത്രമല്ല, ഈ കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കും. ഒരു പരിധിയല്ല, ഏതാണ്ടൊക്കെ തീർന്നു കിട്ടും. പിന്നെ ഇവർക്ക് എന്ത് തൊഴിലിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കുക തന്നെ ചെയ്യും. ബിസിനസ്, കൂട്ടു ബിസിനസ്, കൃഷി, മത്സ്യകൃഷി ഇവയിൽ നിന്നെല്ലാം ഇവർക്ക് നേട്ടമുണ്ടാകാനായിട്ട് സാധിക്കും. ഇനി 3-ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ തൊഴിൽ രംഗത്തുള്ള ശത്രുക്കളും അല്ലാതെയുള്ള ശത്രുക്കളും ഒക്കെ നശിച്ചു പോകും. സ്ഥാനപ്രാപ്തി ഉണ്ടാകും. അതായത് ജീവനക്കാർക്കൊക്കെ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സമൂഹത്തില് മാന്യസ്ഥാനങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നെ ഈ സൂര്യൻ 3-ൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ധനസമൃദ്ധി, ആരോഗ്യവും ഒക്കെ പറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു മാസം, അതായത് കർക്കിടകം 1 മുതൽ ചിങ്ങം 1 വരെ വളരെ അനുഗ്രഹപ്രദമായ കാലഘട്ടമാണ്. ഇനി അടുത്തത് 6 നക്ഷത്രങ്ങള്. തുലാക്കൂർ നക്ഷത്രങ്ങൾ, ചിത്രയുടെ അവസാനത്തെ അരഭാഗം, ചോതി, വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാരുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. അവരെ 8-ൽ ശുക്രനും 9-ൽ വ്യാഴവും 10-ൽ സൂര്യനും സഞ്ചരിക്കുന്ന കാലമാണ്. 8-ൽ ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാല് വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ, പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ ഗൃഹോപകരണങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിടും. എന്നിട്ട് പുതിയ ഗൃഹോപകരണങ്ങൾ ആ സ്ഥാനത്ത് കൊണ്ട് സ്ഥാപിക്കും. പിന്നെ പുതിയ ഗ്രഹത്തിലേക്ക് ഒക്കെ മാറി താമസിക്കാനുള്ള അവസരം ഉണ്ടാവും. ചിലപ്പോ പൂർത്തിയാക്കി ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും. ചിലപ്പോൾ ഒരു ആഡംബര വാഹനം, ചിലപ്പോൾ ഒരു പുതിയ കാറോ ഒക്കെ വാങ്ങാനുള്ള ഇതൊക്കെ ഉണ്ടാകും. ഭാര്യാസുഖം ലഭിക്കും. മാത്രമല്ല, സ്ത്രീകൾ നിമിത്തം ചിലപ്പോൾ ഭാര്യയുടെ സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവരുടെ 9-ൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. അതുകൊണ്ട് സകലവിധ സൗഭാഗ്യവും ഇവർ അനുഭവിക്കും. പല മാർഗങ്ങളിൽ കൂടിയും ധനം ലഭിക്കും. ചെയ്യുന്ന തൊഴിലിൽ എല്ലാ അഭിവൃദ്ധി ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ പ്രമോഷൻ കിട്ടും. ബിസിനസ്, കൂട്ടു ബിസിനസ് ഒക്കെ നടത്തുന്നവർ ബിസിനസ്സൊക്കെ വിപുലീകരിക്കും. റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കും, ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് നല്ല വിജയം ഉണ്ടാകും. എന്തിനു പറയുന്നു, ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ 10-ാം ഭാവമായ
മറ്റേ കർമ്മസ്ഥാനത്ത് കൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർ എന്ത് കർമ്മവും എന്ത് കാര്യവും ഏറ്റെടുത്താൽ അതിലൊക്കെ 100% വിജയിക്കും. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഇല്ലാതാകും. അതൊരു മോണോപോളി, ഒരു കുത്തക തന്നെ ഈ തൊഴിൽ രംഗത്ത് ഇവർ സ്ഥാപിച്ചെടുക്കും. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്കും അടുത്ത ഒരു മാസം വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും ജന്മസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ സാമാന്യമായ മാറ്റങ്ങൾ വന്നിരിക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.